വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ബംഗാളിൽ കോൺഗ്രസ് നേതൃത്വത്തെ ആര് നയിക്കുമെന്ന വലിയൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. കാരണം നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിലെ എംപിമാർ ഭൂരിഭാഗവും ബിജെപിയുടെ സഖ്യകക്ഷിയായി ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എംഎൽഎമാർ പലരും പല വഴിക്ക് പോകുന്നു. മമതാ ബാനർജി അടക്കമുള്ളവർ കോൺഗ്രസിൽ ചേരാനുള്ള ആഗ്രഹവും അതുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള സാവകാശവും നേതൃത്വത്തോട് ആവശ്യപ്പെടും. എന്നാൽ കോൺഗ്രസിന് ആവശ്യം 71-കാരിയായ മമതാ ബാനർജിയല്ല. തൃണമൂലിന് കിട്ടുന്ന പോലെയുള്ള വോട്ട് കോൺഗ്രസിലേക്ക് എൻ ബ്ലോക്കാക്കി മാറ്റാൻ എംപിമാരെയും എംഎൽഎമാരെയും സൃഷ്ടിച്ചെടുക്കാൻ കെൽപ്പുള്ള രീതിയിലുള്ള ഒരു നേതൃത്വമാണ് കോൺഗ്രസിന് ബംഗാളിൽ ആവശ്യം. സൈനി ഘോഷിനെ പോലെ, മഹുവ മൈത്രയെ പോലെയുള്ള യുവാക്കളായിട്ടുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി മധ്യവയസ്സിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെയും എംപിമാരായിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ളവരെയും എംഎൽഎമാരായിട്ടുള്ളവരെയും ഒക്കെ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിൽ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സേഫ് സോൺ മാത്രമാണ്. പല കേസുകളിൽ കുടുങ്ങുമ്പോൾ അതിൽ നിന്ന് രക്ഷ തേടാനൊക്കെ അവർ കണ്ടെടുത്ത ഒരേ ഒരു വഴിയാണ്. ഇനി രാഷ്ട്രീയപരമായി ബംഗാളിൽ നിന്നും ഒരു നേട്ടവും കൊയ്തെടുക്കാൻ അവർക്ക് കഴിയില്ല. ക്യാബിനറ്റിന്റെ ഭാഗമായി അവർ എൻഡിഎയുടെ കൂടെ മുൻപ് കേന്ദ്രമന്ത്രിയായിട്ടുള്ളവരാണ്. അവർ പക്ഷേ ബംഗാളിൽ ഒന്നുമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ കമ്മ്യൂണിസം വീണ്ടും വളരുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ തന്നെ യൂസഫ് പത്താൻ, ശത്രുഘ്നൻ സിൻഹ അടക്കമുള്ളവർ മമതയുമായി ആലോചിച്ചതിന് ശേഷം കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവരെല്ലാം കോൺഗ്രസിന്റെ ഭാഗമായി, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസിന് ബന്ധമുണ്ടായിരുന്നെങ്കിലും 2011 നേട്ടം നേടിയതിനു ശേഷം തൃണമൂൽ കോൺഗ്രസിനെ കറിവേപ്പില പോലെ കളഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇതാ മമതയ്ക്കും അഭിഷേക് ബാനർജിക്കുമൊക്കെ കോൺഗ്രസ് എന്നത് ജീവവായുവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബംഗാളിൽ സുവേന്ദു അധികാരി ഭരണത്തിലേറിയതിനു ശേഷം കണക്കുകൾ ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക വീട്ടുന്ന രാഷ്ട്രീയമാണ് സുവേന്ദു അധികാരിക്ക്. മമതയുടെ കൂട്ടാളികളായിട്ടുള്ളവരെയും ബംഗാളിൽ കലാപന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ വലിയ തോതിലുള്ള അക്രമം നടത്തിയ തൃണമൂൽ ഗുണ്ടകളെയും ഓരോരുത്തരായി കശാപ്പ് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഭീകരമാണ് അവിടുത്തെ അന്തരീക്ഷം. അവിടെയാണ് ബംഗാളിൽ ഇനി കോൺഗ്രസ് തിരിച്ചു വരുമോ എന്നത് പരീക്ഷണാർത്ഥം മഹുവയിലെയും അതുപോലെ തന്നെ സൈനി ഘോഷിലും യൂസഫ് പത്താനിലും അത്തരത്തിലുള്ളവർക്ക് ചുമതല കൊടുക്കുമോ എന്നുള്ളത് കാണേണ്ടതാണ്. ഏതായാലും അധീർ രഞ്ജൻ ചൗധരി ഇതിനെക്കുറിച്ച് ഇതുവരെയും ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളും കോൺഗ്രസ് പ്രാധാന്യത്തോടെ കാത്തിരുന്ന് കാണുകയാണ്.